ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മീറ്റിംഗ് ഓഫ് ലെജൻഡ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികൾ മെറ്റ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 അനിയൂർ ടെമ്പിളിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. കുമാരനാശാൻ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1891. 1891 ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത്. കായ്ക്കരയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഡോക്ടർ പൽപ്പു മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1895. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുമായിട്ട് ആദ്യമായി കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. അയ്യങ്കാളി മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1912. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരം വെച്ചാണ്. വാഗ്ബടാനന്ദ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1914. വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1914 ആലുവയിൽ വെച്ചാണ്. ടാഗോർ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1922. ടാഗോർ ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടിയത് 1922 നവംബറിൽ ശിവഗിരിയിൽ വെച്ചാണ്. ദി പേഴ്സൺ അലോങ് വിത്ത് ടാഗോർ വാസ് C.F. ആൻഡ്രൂസ്. അന്ന് ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നതിൽ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് C.F. ആൻഡ്രൂസ് എന്ന വ്യക്തിയാണ്. ഗാന്ധിജി മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 12 മാർച്ച് 1925. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവും ബോട്ട് റേസും. ശ്രീനാരായണ ഗുരു ട്രോഫി ബോട്ട് റേസ് ഈസ് ഹെൽഡ് ഇൻ കന്നേറ്റി കായൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ബോട്ട് റേസിന് ട്രോഫി കൊടുക്കുന്നത് എവിടെ വെച്ച്, ഏത് കായലിലാണ്? കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളിയിൽ വെച്ച്. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് ഈസ് ഹെൽഡ് അറ്റ്. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കുമരകം കോട്ടയം കായലിൽ വെച്ചാണ്. അത് ഓർത്തു വയ്ക്കുക. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആത്മോപദേശ ശതകം. ഓർത്തു വയ്ക്കുക. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ജാതിമീമാംസ. ജാതിമീമാംസ ദ്വയത്തിലെ ജാതി നിർണയം എന്ന പദ്യത്തിലാണ് ഈ വചനങ്ങൾ ഉള്ളത്. അടുത്ത ടോപ്പിക് ഗുരുവിനെ കുറിച്ച്. ഞാൻ മനുഷ്യനിൽ ദൈവത്തെ കണ്ടു. അത് ഭാരതത്തിൻ്റെ ഏറ്റവും ദക്ഷിണ ഭാഗത്ത് ജീവിക്കുന്ന ശ്രീനാരായണ ഗുരുസ്വാമിയല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് C.F. ആൻഡ്രൂസ് ആണ്. കഴിഞ്ഞ 100 സംവത്സരത്തിൽ ഭാരതത്തിൻ്റെ ഉദയം ചെയ്തിട്ടുള്ള 5ഓ 10ഓ അവതരണങ്ങളിൽ ഒരാൾ തീർച്ചയായും ശ്രീനാരായണ ഗുരു തന്നെ എന്ന് പറഞ്ഞത് ആചാര്യ വിനോബ ഭാവെ. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളി. മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത് C.P. രാമസ്വാമി അയ്യർ. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. ഈ പേരുകൾ ഓർത്തു വയ്ക്കുക.